ഹലോ, ഇന്നത്തെ ഗസ്റ്റ് നമുക്ക് വളരെ സുപരിചിതയാണ്. വിത്തൗട്ട് എനി ഫെർദർ ഇൻട്രൊഡക്ഷൻ, ഡോക്ടർ ഫാത്തിമ അസ്ല. ഒരു ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഇന്റൻഷൻ വരുന്നത് എവിടുന്ന? അത് എന്താണ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ആ വെള്ളക്കൊട്ടൊക്കെ ഇട്ട് വരുന്ന ആൾക്കാരും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ശരിക്കും ഹേർഡിൽസ് മുമ്പിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നിടത്ത്? പക്ഷെ നമ്മൾ ഇതാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ആളുകൾ പറയാ ഇല്ല, നിന്നെ കൊണ്ട് അത് പറ്റില്ല, എങ്ങനെയാ ചെയ്യാ, വെറുതെ എന്തിനാ അങ്ങനെ റിസ്ക് എടുക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് സയൻസിന് അഡ്മിഷൻ ഫസ്റ്റ് തന്നില്ല. വാശി പിടിച്ചിട്ടാണ് എനിക്ക് സയൻസിന് അഡ്മിഷൻ തന്നില്ല. അവര് പറഞ്ഞു ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ആണ് അവൾക്ക് പറ്റുക, സയൻസിൽ പ്രാക്ടിക്കൽ ഉണ്ട്, ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് വീണ്ടും മെഡിക്കൽ ബോർഡ്, ഈ ഒരു ഇഷ്യൂ ഞാൻ ഇത് മേ ബി പല ആളുകൾക്കും ഗൈഡൻസ് ആവുന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുന്നു കേട്ടോ. ഈ മെഡിക്കൽ ബോർഡ് എന്നുള്ളത് പല ആളുകൾക്കും ഒരു ഹേർഡിലായിട്ട് ഒരു ഫീൽ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത്? ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാൽ പോലും അവർ ജഡ്ജ് ചെയ്യുന്നത് വീൽ ചെയറിൽ ഒരാൾ വരുമ്പം അവർക്ക് ഒന്നിനും പറ്റില്ല എന്നുള്ളൊരു തരത്തിലാണ്. അപ്പം കുറച്ചും കൂടെ നമുക്ക് നിയമപരമായിട്ടുള്ള ഹെൽപ്പ് നമുക്ക് കിട്ടും. നമുക്ക് റിജക്ട് ചെയ്താലേ നമുക്ക് കോർട്ടിൽ പോകാൻ പറ്റും. എഡ്യൂക്കേഷൻ തന്ന ഒരു പവറാണ്. ഇപ്പൊ എവിടെ പോയാലും എനിക്ക് തോന്നുന്നത് ആ ഒരു പവർ എനിക്കുണ്ട്. അപ്പൊ എഡ്യൂക്കേഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് എനിക്ക്. ഇപ്പോൾ ഈ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു മെഡിക്കൽ ബോർഡിനോട് മാത്രമല്ല, ആക്ച്വലി നമുക്ക് ചുറ്റുമുള്ള ഒരു സൊസൈറ്റിയോട് നമ്മൾ ഒരു വളരെ വോക്കലായിട്ട് ആക്സസിബിലിറ്റി എന്നുള്ള ഒരു വിഷയത്തിൽ അല്ലെ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും വീൽ ചെയറിൽ പഠിക്കാൻ ചെല്ലുന്ന ആദ്യത്തെ കുട്ടി ഞാനാണ്. അപ്പൊ അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു എക്സ്റ്റേണലി മാത്രമല്ല, ഇവരുടെ ഒരു അപ്രോച്ചിലും ചേഞ്ച് വരേണ്ടതുണ്ട്. നമ്മൾ പോലും വിചാരിക്കാത്ത ഒരു ഇമ്പാക്ട് നമ്മുടെ ലൈഫ് കൊണ്ട് ബാക്കിയുള്ളവരിലോട്ട് ഉണ്ടാവാണ്. ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ആളുകളുടെ മനസ്സിലുണ്ടായേക്കാം. എന്താ നമുക്ക് അവരോട് പറയാനുള്ളത്? ശരിക്കും എന്താ? ഹലോ, ഇന്നത്തെ ഗസ്റ്റ് നമുക്ക് വളരെ സുപരിചിതയാണ്. വിത്തൗട്ട് എനി ഫെർദർ ഇൻട്രൊഡക്ഷൻ, ഡോക്ടർ ഫാത്തിമ അസ്ല. ഡോക്ടറാണ്, എഴുത്തുകാരിയാണ്, കണ്ടന്റ് ക്രിയേറ്ററാണ്, ഇൻഫ്ലുവൻസറാണ്, സ്വന്തമായിട്ട് ബിസിനസ് സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്നു. അതിലെല്ലാം ഉപരി സ്വന്തം വാക്കുകൾ കൊണ്ടും അതിലുപരി തൻ്റെ ജീവിതം കൊണ്ടും നമ്മെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഡോക്ടർ ഫാത്തിമ അസ്ല. സോ വെൽക്കം. താങ്ക് യു സോ മച്ച്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, മെഡിസിൻ ഒരു ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഇന്റൻഷൻ വരുന്നത് എവിടുന്ന? ഞാന് ജനിച്ചിട്ട് 3ാമത്തെ ദിവസം തന്നെ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞ് എല്ലായ്പ്പോഴും ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വെക്കേഷൻ വരുമ്പോ എല്ലാരും ബന്ധുവീടുകളിലൊക്കെ പോകുന്നതിന് പകരം ഞാൻ ഹോസ്പിറ്റലിലോട്ടാ. അപ്പം ഈ മെഡിക്കൽ കോളേജിന്റെ വരാന്ത ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഡോക്ടേഴ്സിന് ദൂരെ നിന്ന് കാണുമ്പോ അവരോട് ഭയങ്കര ഒരു തരം സ്നേഹവും ബഹുമാനമൊക്കെ ആയിരുന്നു. അപ്പം അപ്പൊ തൊട്ടേ ഉള്ളിൽ ആഗ്രഹമുണ്ട് അവര് ചെയ്യണത് പോലെ ഇങ്ങനെ പേഷ്യൻസിനെ നോക്കണം, എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ. പിന്നെ നമ്മളൊരു ബോധമെല്ലാം വെച്ചപ്പോൾ അങ്ങ് തീരുമാനിച്ചു ഡോക്ടർ ആവാം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു അസുഖം കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്തത്. എന്നെ പോലെ സഫർ ചെയ്യണവർക്ക് നമുക്കൊരു പറ്റുന്നത് പോലെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റണം. എന്നാലും ഒരു സ്കൂൾ ലെവലിലൊക്കെ അപ്പോഴേ നമ്മൾ ആലോചിച്ച് തുടങ്ങിയിരുന്നില്ലേ ഡോക്ടർ ആവണം? കുഞ്ഞാപ്പം തൊട്ടേ എന്നെ അറിയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയായിരുന്നു ഡോക്ടറാണോ. അത് എന്താണ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ആ വെള്ളക്കൊട്ടൊക്കെ ഇട്ട് വരുന്ന ആൾക്കാരും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ. പിന്നെ സ്വാഭാവികമായിട്ടും സ്കൂളൊക്കെ കഴിഞ്ഞ് അല്ലെ, നമ്മൾ +1 +2 ഒക്കെ കഴിഞ്ഞ് എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി. ശരിക്കും ഹേർഡിൽസ് മുമ്പിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നിടത്ത്? ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. പണ്ടൊക്കെ നമ്മൾ ഈ ഡോക്ടറാണെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും സുനു ഡോക്ടറാകുമ്പോൾ ഞങ്ങൾക്കും മെഡിസിൻ തരണം എന്നൊക്കെ രീതിയിൽ അങ്ങ് പ്രോത്സാഹിപ്പിക്കും. പക്ഷെ നമ്മൾ ഇതാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ആളുകൾ പറയാ ഇല്ല, നിന്നെ കൊണ്ട് അത് പറ്റില്ല, എങ്ങനെയാ ചെയ്യാ, വെറുതെ എന്തിനാ അങ്ങനെ റിസ്ക് എടുക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് ചെയ്തൊരു ബുദ്ധിമുട്ട് അതായിരുന്നു. ആളുകൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക, എന്റെ സ്വപ്നം ഇതാണ് എന്നുള്ളത് നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കുമ്പോൾ അത് പറ്റില്ല, നീ വേറെ ഏതെങ്കിലും, ഇപ്പം 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് സയൻസിന് അഡ്മിഷൻ ഫസ്റ്റ് തന്നില്ല. അപ്പം ഞാൻ നിർബന്ധം ഒക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ടാണ് എനിക്ക് സയൻസിന് അഡ്മിഷൻ തന്നില്ല. അവര് പറഞ്ഞു
ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ആണ് അവൾക്ക് പറ്റുക, സയൻസിൽ പ്രാക്ടിക്കൽ ഉണ്ട്, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാല് അവര് പറ്റില്ല എന്ന് പറഞ്ഞാലൊക്കെ ഫുൾ മാർക്ക് വാങ്ങിയിട്ട് ഞാൻ ഇറങ്ങിയത്. അപ്പം പിന്നെ ആദ്യത്തെ തവണ എൻട്രൻസ് എഴുതിയപ്പോ എന്നെ റിജക്ട് ചെയ്തു. പിന്നെ രണ്ടാമത്തെ തവണ റിജക്ട് ചെയ്തു. അവര് ഞാൻ ഫിസിക്കലി ഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്തു. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എനിക്കിത് തന്നെ പഠിക്കണം, എന്റെ ഡ്രീം ഇതാണ് എന്ന് ഒരുപാട് ആളുകളോട് ഇങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത് വീണ്ടും മെഡിക്കൽ ബോർഡ്, ഈ ഒരു ഇഷ്യൂ ഞാൻ ഇത് മേ ബി പല ആളുകൾക്കും ഗൈഡൻസ് ആവുന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുന്നു കേട്ടോ. അതായത് ഈ മെഡിക്കൽ ബോർഡ് എന്നുള്ളത് പല ആളുകൾക്കും ഒരു ഹേർഡിലായിട്ട് ഒരു ഫീൽ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത്? ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഞാൻ പോയത് വീൽ ചെയറിലായിരുന്നു. അപ്പൊ നമ്മള് ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാൽ പോലും അവര് ജഡ്ജ് ചെയ്യുന്നത് വീൽ ചെയറിൽ ഒരാൾ വരുമ്പം അവർക്ക് ഒന്നിനും പറ്റില്ല എന്നുള്ളൊരു തരത്തിലാണ്. അപ്പം ഞാൻ രണ്ടാമത്തെ തവണ പോയപ്പോൾ വാക്കറിൽ നടന്നിട്ടൊക്കെയാണ് പോയത്. അതായത് നമ്മൾ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 1 month ഞാൻ നടന്നു പഠിക്കുമായിരുന്നു. നമ്മൾ മറ്റേ പിച്ച പിച്ച എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതേപോലെ ഇങ്ങനെ നടന്നു പഠിച്ചിട്ടൊക്കെയാണ് രണ്ടാമത് പോകുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പം കുറച്ചും കൂടെ നമുക്ക് നിയമപരമായിട്ടുള്ള ഹെൽപ്പ് നമുക്ക് കിട്ടും. നമുക്ക് റിജക്ട് ചെയ്താലേ നമുക്ക് കോർട്ടിൽ പോകാൻ പറ്റും. നമ്മൾ പ്രൂവ് ചെയ്യണം നമുക്കിത് പറ്റും എന്നുള്ളത്. ഒരുപാട് എക്സാമിനേഷൻസ് ഉണ്ടാവും, ഇങ്ങനെ ഓരോ തരത്തിൽ ഇങ്ങനെ ഡോക്ടേഴ്സ് ഇരിക്കും, ENT, ഓർത്തോ പറഞ്ഞ് അവരെല്ലാം ഇങ്ങനെ അപ്രൂവ് ചെയ്യണം. അങ്ങനെയാണ്. യെസ്, ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള, ഇപ്പോൾ ഞാൻ ഇവിടെ ഫാത്തിമാസ്ലയുടെ ഒരു അനുഭവം വായിച്ചത്, PG എക്സാമിന് പോയ സമയത്ത് ഉണ്ടായ ഒരു അനുഭവം വായിച്ചു. അപ്പോൾ ഈ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു മെഡിക്കൽ ബോർഡിനോട് മാത്രമല്ല, ആക്ച്വലി നമുക്ക് ചുറ്റുമുള്ള ഒരു സൊസൈറ്റിയോട് നമ്മൾ ഒരു വളരെ വോക്കലായിട്ട് ആക്സസിബിലിറ്റി എന്നുള്ള ഒരു വിഷയത്തിൽ അല്ലെ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഞാൻ കഴിഞ്ഞ തവണ എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായി. നമ്മള് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊട്ടും ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല. നമ്മള് ഫിസിക്കലി മെന്റലി ഒരുപാട് ടോർച്ചർ, എനിക്ക് ആ ഒരു ടോർച്ചർ എന്ന് പറയുമ്പം അവർക്കതൊരു ടോർച്ചറായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ എനിക്കിങ്ങനെ കാല് താഴ്ത്തിയിട്ടിരിക്കണമെങ്കിൽ വീൽ ചെയർ വേണം, അതല്ലാതെ എനിക്ക് ഒരു ചെയറിൽ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് ഞാൻ ഒരുപാട് സമയം, എക്സ്ട്രാ സമയം, ഒരു 45 മിനിറ്റോളം ഞാൻ അധികം ഇരിക്കേണ്ടി വന്നു. അതങ്ങനെ ഇരിക്കേണ്ടി വന്നത് നമ്മളുടെ സൊസൈറ്റി ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാനിത് പറയുമ്പോൾ ആളുകൾ പറയും, നിനക്ക് ആ ഒരു വാട്ടർ ബോട്ടിൽ പിടിച്ചു തന്നില്ലേ, അല്ലെങ്കിൽ നിന്റെ പേപ്പർ ഞങ്ങൾ പിടിച്ചു തന്നില്ല, അങ്ങനെയുള്ള അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഉള്ള ചെറിയ ചെറിയ സഹായങ്ങളാണ്. അതല്ലാതെ സൊസൈറ്റി ഇനിയും കുറെ മാറേണ്ടതുണ്ട്. അപ്പം അത് ഒരുപാട് ചുറ്റും പോകുന്ന സ്പേസസിലൊക്കെ ഈ ഒരു കാര്യം പറയാറുണ്ടല്ലോ. ഉറപ്പായിട്ടും ഞാൻ വിചാരിക്കുന്നത്, ഇപ്പൊ ഞാനത് പറഞ്ഞാല് എനിക്ക് ചിലപ്പം പ്രത്യേകിച്ച് വലിയ മാറ്റം ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ശേഷം വരുന്ന ഒരു കുട്ടിക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ആക്സസിബിലിറ്റി എന്നുള്ളൊരു ഇഷ്യൂ ശരിക്കും നമ്മുടെ സൊസൈറ്റി ഭയങ്കരമായിട്ട് അഡ്രസ് ചെയ്യേണ്ടത്. മെഡിക്കൽ കോളേജ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്, ഹോമിയോ കോളേജിലാണ് പഠിച്ചത്. അങ്ങനെ കോളേജിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ അവിടെ പ്രോബ്ലി എത്രത്തോളം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? കോട്ടയം ഹോമിയോ മെഡിക്കൽ കോളേജ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഹോമിയോ മെഡിക്കൽ കോളേജാണ്. അപ്പൊ അത്രയും പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ്. അവിടെ ഞാൻ അറിഞ്ഞതനുസരിച്ചിട്ട് വീൽ ചെയറിൽ പഠിക്കാൻ ചെല്ലുന്ന ആദ്യത്തെ കുട്ടി ഞാനാണ്. അപ്പൊ അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ റാമ്പുകളോ ഒന്നുമില്ല. ഞാൻ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടാണ് മെയിൻ ഒരു എൻട്രൻസിലോട്ട് റാമ്പ് വന്നത്. എനിക്ക് അവിടെ നമ്മള് ബിൽഡിങ് പഴയതായതുകൊണ്ട് ഒരുപാട് ചേഞ്ച് അവര് കൊണ്ടുവന്നോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുട്ടികളുണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയൊരു കുട്ടി അവിടെ പോകുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത അത്ര ബുദ്ധിമുട്ട് ഇത് നമ്മള് ഈ ഒരു എക്സ്റ്റേണലി മാത്രമല്ല, ഇവരുടെ ഒരു അപ്രോച്ചിലും ചേഞ്ച് വരേണ്ടതുണ്ട്. പെട്ടെന്ന് വീൽ ചെയറിൽ ഒരു കുട്ടീനെ കാണുമ്പോൾ ഈ കുട്ടി പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പൊ ആ ധാരണയൊക്കെ മാറ്റിക്കൊടുക്കാൻ എനിക്ക് ചിലപ്പം പറ്റിയിട്ടുണ്ടാവും. മെന്റലി എങ്കിലും അവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ റാമ്പ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, ഞാൻ വാശി പിടിച്ചിട്ടാണ് റാമ്പ് വന്നത്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് നമ്മൾ മുൻപേ നടക്കുക എന്നുള്ള ഒരു കാര്യം, റൈറ്റ്? നമ്മൾ പോലും വിചാരിക്കാത്ത ഒരു ഇമ്പാക്ട് നമ്മുടെ ലൈഫ് കൊണ്ട് ബാക്കിയുള്ളവരിലോട്ട് ഉണ്ടാവുകയാണ്. ഇപ്പോഴും ഒരുപാട് കുട്ടികൾ, അവർക്ക് എനിക്ക് തോന്നിയത് അവർക്ക് ചുറ്റുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അവർ അത്രത്തോളം അവെയർ അല്ല.
ഈ പറഞ്ഞ നമ്മളെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ ഈവൻ മെഡിക്കൽ കോളേജുകളിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ശരിക്ക് ചെന്ന് പഠിക്കാൻ സാധിക്കും. പക്ഷേ സമ്മൺ ഈസ് ഈ പറഞ്ഞ പോലെ നമ്മളെ പിന്നിലോട്ട് വലിക്കുന്ന പല ആൾക്കാരും ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഫാമിലി എന്നുള്ള ആൾക്കാരായിരിക്കാം, നമ്മുടെ അധ്യാപകരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മനസ്സിലൊരു തോന്നലായിരിക്കാം എന്ത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ചിന്ത പല കുട്ടികളുടെ മനസ്സിൽ, പല കൈൻഡ് ഓഫ് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ആളുകളുടെ മനസ്സിലുണ്ടായേക്കാം. എന്താ നമുക്ക് അവരോട് പറയാനുള്ളത് ശരിക്കും എന്താ? എനിക്ക് എൻ്റെ ലൈഫ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മൾ റിസ്ക് എടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. പല പോയിന്റുകളും വരും, നമുക്കൊണ്ട് പറ്റുമോ പറ്റില്ലേ എന്ന് തോന്നുന്ന പോയിന്റ് വരും. പക്ഷെ അപ്പം ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ ഡിസൈഡ് ചെയ്താൽ പിന്നെ ഒന്നിനെയും നമ്മളെ പുറകോട്ട് വലിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികളുടെ അടുത്ത് ഞാൻ അതാ പറയാനുള്ളത്, നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോക്കോ. ചേർത്ത് നിർത്താൻ മനുഷ്യരും വരും. നമ്മൾ ഈ നെഗറ്റീവ് മാത്രമല്ല, നമ്മളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരും ഉണ്ട്. അപ്പം നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഡിസിഷൻ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായി. അത് എത്രത്തോളം ചേഞ്ച് ഒരാളുടെ ലൈഫിൽ ഉണ്ടാക്കും എഡ്യൂക്കേഷൻ എന്നുള്ളത്? ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ഇമ്പാക്ട് ഇറ്റ് ക്യാൻ മേക്ക്? എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പക്ക് എൻ്റെ അതേ അസുഖമായിരുന്നു. അപ്പൊ അപ്പ 4ാം ക്ലാസ്സാണ്. അപ്പക്ക് കിട്ടാതെ പോയ എഡ്യൂക്കേഷൻ എനിക്ക് കിട്ടണം എന്നുള്ള വാശിയാണ് ശരിക്കും ഞാൻ ഇന്നിവിടെ ഇരിക്കാനുള്ള കാരണം. അപ്പക്ക് അറിയായിരുന്നു എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരെങ്കിൽ അത് എഡ്യൂക്കേഷന് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം ഞാനും വിശ്വസിക്കുന്ന അതാണ്. ഇപ്പം ഞാൻ പണ്ടെപ്പോഴോ കണ്ടൊരു സ്വപ്നത്തിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് അറിയപ്പെടുന്നത്. അത് എഡ്യൂക്കേഷൻ തന്ന ഒരു പവറാണ്. ഇപ്പം എവിടെ പോയാലും എനിക്ക് തോന്നുന്നത് ആ ഒരു പവർ എനിക്കുണ്ട്. അപ്പം എഡ്യൂക്കേഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നമ്മൾ തന്നെ മുന്നോട്ട് വന്നാൽ ഉറപ്പായിട്ടും നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്ന സ്ട്രഗിളേ ഇവിടെ ഉള്ളൂ. ഓക്കെ, മറ്റൊരു വിഷയത്തിലോട്ട് വരുമ്പോൾ, അതായത് ഡോക്ടർ ഫാത്തിമ അസ്ല ഒരു ഡോക്ടറായിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ഡ്രീമിന്റെ പേരിൽ മാത്രമല്ലെന്ന് അറിയപ്പെടുന്നതാണ് എനിക്ക് മേ ബി ഒന്ന് തിരുത്തി പറയാനുള്ളത്, റൈറ്റ്? കാരണം യുവർ ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ യുവർ വേർഡ്സ് എന്നുള്ളതാണ്. ഒരു അറ്റത്ത് പുസ്തകം, ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഓട്ടോബയോഗ്രഫി എഴുതുന്നു. അതേപോലെ തന്നെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് മാറുന്നു ഇൻ എവരി സെൻസ്. അതേപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ബിസിനസ്സുകൾ റൺ ചെയ്യുന്നു. ഒരു ദിവസം ഡോക്ടർ ഫാത്തിമ അസ്ലയുടെ ഒരു ദിവസം എങ്ങനെയാണ്? ഒരു ദിവസത്തെ എന്തൊക്കെ ചെയ്യും? ഞാനില്ല ഇങ്ങനെ ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നതല്ല. അതാണ്, എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും പ്രവർത്തിക്കാൻ അറിയില്ല. ഞാൻ ജീവിക്കുന്നു, ആ ജീവിതം നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പം കുറച്ചും കൂടെ ക്ലിനിക്ക് ഉണ്ട്. അപ്പം അതിന്റെ കാര്യങ്ങൾ ക്ലിനിക്കിൽ എന്തായാലും ഒരു 10 മണി തൊട്ട് 1 മണി വരെ, പിന്നെ 4 തൊട്ട് 7 വരെ, അങ്ങനെയുണ്ട്. അതെ, 6 hours ക്ലിനിക്കിലുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ഇപ്പം 2ാമത്തെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തല്ല, പക്ഷെ ഇതെല്ലാം അതിന്റെ ഇടയിൽ ഇങ്ങനെ സംഭവിക്കണു. എനിക്ക് ഇഷ്ടമാണ് ഇതെല്ലാം ചെയ്യാൻ. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളതങ്ങ് വരും നമ്മളുടെ ഉള്ളിൽ നിന്ന്. അപ്പോ ബിസിയാണ്. അതെ, എനിക്ക് ഒരു പണിയില്ലെങ്കിൽ ഞാൻ ബിസിയാണ്. അല്ല, ഞാനിത് മറ്റൊരു ആസ്പെക്ട് ഞാൻ ചോദിക്കാനുള്ള കാരണം, പലപ്പോഴും ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് വളരെ വോക്കലായി മാറുന്നത്, അതായത് നമ്മളിത് പബ്ലിക്കിൽ പറയുന്നത്, സംസാരിക്കുന്നത്, ആളുകളുടെ മുമ്പിൽ ആക്സസിബിലിറ്റി ആവട്ടെ, ഈവൻ സ്വന്തം ലൈഫ് ആവട്ടെ, സ്വന്തം ഡ്രീംസ് ആവട്ടെ, ഇത് സംസാരിക്കുന്നത് നമ്മൾ മുന്നോട്ടുള്ള വഴിയിൽ കുറച്ചും കൂടി അത് എളുപ്പമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. കാരണം എൻ്റെ അടുത്തേക്ക് ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് വരാൻ പാടായിരിക്കും. കാരണം അവർക്കറിയാം അവരെന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിച്ചാൽ ഞാൻ അത് ഉറപ്പായിട്ടും എഴുതും അല്ലെങ്കിൽ സംസാരിക്കും എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതെൻ്റെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കിയിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒരുപാട് ചോദ്യങ്ങൾ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞ, അല്ലെങ്കിൽ എന്തിനാ പോസ്റ്റ് ഇട്ടേ, അങ്ങനെയുള്ള ഒരുപാട് സൈബർ ഈ സാധനങ്ങൾ വരും. പക്ഷെ എന്നാൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് വേറൊരു കുട്ടിക്ക് വരരുത് എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ പബ്ലിക്കലി അങ്ങ് പറയും. കാരണം അത് എന്റെയും മറ്റുള്ളവരുടെയും ലൈഫ്, ഒരുപാട് ആളുകളുടെ ലൈഫിനെ ഫ്യൂച്ചറിൽ പോസിറ്റീവായിട്ട് പറഞ്ഞ പോലെ ഇമ്പാക്ട് ചെയ്യാൻ സാധിച്ചേക്കാം എന്നുള്ളതാണ്. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഫ്രം യുവർ ചൈൽഡ്ഹുഡ്, എന്താ പറയാ, ഇപ്പോൾ അപ്പയുടെ കാര്യം, ഫാദറിന്റെ കാര്യം പറഞ്ഞു, ഫാദർ, സിബ്ലിങ്സ്, പിന്നെ ഹസ്ബൻഡ്, എങ്ങനെയാണ് ഈ ഒരു ജേർണി ഷേപ്പ് ചെയ്തിട്ടുള്ളത്? എനിക്ക് അപ്പ ഡിസിഷൻ എടുത്തു എന്നെ പഠിപ്പിക്കണമെന്ന്. പക്ഷെ എൻ്റെ ഉമ്മ എന്നിങ്ങനെ കൈകളിലെടുത്തിട്ടാണ് സ്കൂളിൽ കൊണ്ടുപോയത്. അപ്പോൾ ഒരു സൈഡിൽ ബാഗ് പിടിക്കും, ഒരു സൈഡിൽ എന്നെ പിടിക്കും, എന്നിട്ട് കാല് കഴിക്കുമ്പം ഉമ്മ എന്നെ കുറച്ചേരം എവിടെ ഇരുത്തും. എത്ര ദൂരമായിരുന്നു സ്കൂള്?
കുറച്ചധികം ദൂരമുണ്ട്, നടന്നു പോകാൻ പറ്റുന്ന ദൂരമല്ല, അതായത് പ്രൈമറി. അപ്പം അങ്ങനെ ഉമ്മച്ചിക്ക് വയ്യാണ്ടാവുമ്പോൾ ഉമ്മച്ചി ഒരു സ്ഥലത്ത് ഇരുത്തും, പിന്നെ ആ ക്ഷീണം മാറുമ്പം പിന്നെയും എടുക്കും. അങ്ങനെ നടന്നിട്ടാണ് എന്നെ സ്കൂളിൽ കൊണ്ടുപോയത്. അപ്പം അവര് എല്ലാ സമയത്തും, അതിപ്പം മറ്റുള്ളവര് എനിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ച സമയത്ത് പോലും അവർക്കറിയായിരുന്നു എനിക്ക് പറ്റും എന്നുള്ളത്. അപ്പൊ ഒരിക്കലും നിനക്കിത് പറ്റുമെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ പറയുന്ന സ്വപ്നങ്ങൾക്ക് കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പൊ സിബ്ലിങ്സ് ആണെങ്കിൽ പോലും അവരുടെ എഡ്യൂക്കേഷനൊക്കെ ഒരുപാട് മാറേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഒരിക്കലും ഒരു പരാതി പറയാതെ നിന്ന മനുഷ്യരാണ്. ഇപ്പം അവർക്ക് ഒന്ന് ബാക്കോട്ടായപ്പം ഹസ്ബൻഡ് അതേ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഇച്ചിരി മടി പിടിച്ചാലും ഫിറു പറയും, എന്താ ചെയ്യാത്ത, വീഡിയോ എഴുത്, അവനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അത് ഇപ്പൊ എല്ലായിടത്തും കൊണ്ടുപോകുന്നു. അതൊന്നും ആള് ഒരു വലിയ കാര്യം. അതെ, വലിയൊരു പഠിച്ചവന്റെ വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ ഫിറുവിന്റെ ഫാമിലി കിട്ടോ, എന്നെ ഞാനായിട്ട് അംഗീകരിക്കുന്ന മനുഷ്യരാണ്. ഞാൻ മനുഷ്യരാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ്. എന്താ ഈ ഒരു സ്കൂളിൽ നിന്ന് കോളേജിലുള്ള ട്രാൻസിഷൻ ശരിക്കും, കാരണം സ്കൂൾ എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് പരിചയമുള്ള, നമുക്ക് അടുത്തുള്ള സ്ഥലമാണ്. അവിടെ നമ്മളൊരു കോളേജിലോട്ട് പോകുമ്പോൾ ഹോസ്റ്റലാണോ നിന്നത്, അതോ ഞാൻ വീടെടുത്തിട്ട് ഫാമിലി ഒക്കെ അവിടെ കൂടെ വന്നു ഷിഫ്റ്റ് ചെയ്തു? അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ സിബ്ലിങ്സിനൊക്കെ സ്വാഭാവികമായിട്ടും അവർക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ആ ഒരു ട്രാൻസിഷൻ ശരിക്ക് ഒരു ഹാർഡായിരുന്നോ, അതോ വാസ് ഇറ്റ് ലൈക്ക് ഈസി ഫോർ യു? എനിക്കത് ഈസി ആയിരുന്നു എന്നുള്ളത് എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെ അതെനിക്ക് ഈസി ആക്കി തന്നിട്ടുണ്ട്. അത് അവരത്ര അടിപൊളിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ട്, നമ്മൾ പുതിയൊരു നാട്ടിൽ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് കോളേജിന്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം എളുപ്പമാക്കി തന്നത് അതെ, സ്വാഭാവികമായിട്ട് ഒരു അവിടെ ഒരു പുതിയൊരു സിറ്റുവേഷൻ വരുമ്പോ അല്ലെ, അതിൻ്റെതായിട്ടുള്ള, പക്ഷെ എന്നാലും പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് അത് ഫസ്റ്റ് ഉണ്ടാവുന്ന സാധനം. പിന്നെ നമ്മളെ പരിചയപ്പെടുമ്പോൾ അവർക്ക് ആ ബുദ്ധിമുട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. മനസ്സിലായി. യെസ്. അപ്പോ നമ്മുടെ ഇപ്പോ എനിക്ക് പുതിയ ടെക്നോളജികൾ വരുന്നു, AI ഒക്കെ വരുന്നു എന്ന് പറയുന്നു. ഈ ടെക്നോളജീസ് ഇങ്ങനെ എന്താ പറയാ, ലൈഫിൽ പല ചാലഞ്ചസ് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ എന്ത് ചേഞ്ചാണ് ആക്ച്വലി ടെക്നോളജി കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഫാത്തിമ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ വിചാരിക്കുന്നത് ഇപ്പം എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ എഞ്ചിനീയറും ഡോക്ടേഴ്സും ഒന്നും ആവാൻ പറ്റണം എന്നില്ല. പക്ഷെ അവർക്കിപ്പോൾ ഒരുപാട് ജോലി സാധ്യതകൾ നമ്മൾ ഈ ടെക്നോളജിയിൽ മാറ്റം വരുന്നതനുസരിച്ചുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മൊബിലിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ടെക്നോളജി കൊണ്ട് പറ്റും തോന്നുന്നു. ഇപ്പോഴത്തെ വീൽ ചെയർ തന്നെ പലതരം ടെക്നോളജീസിലാണല്ലോ. അപ്പൊ അത് കുറച്ചും കൂടെ എളുപ്പമാക്കുന്നുണ്ട് ജീവിതം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെ നല്ലൊരു ഇതാണ്. ഞാൻ കുട്ടികളുടെ അടുത്ത്, ഇപ്പൊ നമ്മൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ ഞാൻ പറയും, അവര് പാട്ട് പാടുമെങ്കിൽ നിങ്ങൾ ആ പാട്ടെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടൂ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതെടുത്തിടൂ. കാരണം അത് അവർക്ക് പുതിയൊരു ഡോർ ഓപ്പൺ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ മൊബിലിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഫ്രണ്ട് US പോയപ്പോൾ ഡ്രൈവർലെസ് കാറിൽ സഞ്ചരിക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മുടെ നാട്ടിൽ ഡ്രൈവർലെസ് കാർസ് വന്നു കഴിഞ്ഞാൽ ഒരു മൊബിലിറ്റി ചാലഞ്ച് ആയിട്ടുള്ള ആളുകൾ, ഈവൻ എൽഡർലി ആയിട്ടുള്ള ആളുകൾ, അവരുടെ ലൈഫിൽ എത്രത്തോളം വലിയൊരു ഇമ്പാക്ട് പ്രോബ്ലി ഒരു ഡ്രൈവർലെസ് കാറിന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ഇത് ഡ്രൈവർലെസ് കാറിനൊക്കെ അപ്പുറത്തേക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ വാഹനങ്ങളൊന്നും അക്സസിബിൾ ആയാല്, വാഹനങ്ങൾ തന്നെ അക്സസിബിൾ ആയാലും നമുക്കൊരു ബസ് കയറാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്കൊരു കാറിൽ നമുക്ക് കയറാൻ പറ്റിയാൽ തന്നെ അവർക്ക് അത് എത്രത്തോളം അനുഗ്രഹമായിരിക്കും എന്നുള്ളത് വലിയ, അത് എപ്പോഴും ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ KSRTCയിലേക്ക് പോകുമ്പോൾ ഫിറുവിനെ എടുത്തു വെക്കും, പിന്നെ രണ്ടാമത് വീൽ ചെയർ എടുത്തു വെക്കും. ഇപ്പൊ എനിക്കത് എളുപ്പമാണ്, ഫിറു കൂടെ ഉള്ളതുകൊണ്ടാ. പക്ഷെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലോ. അതായത് ആളുകൾക്ക് മനസ്സിലാവാത്തത് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. ഇപ്പോൾ ഈവൻ ഇപ്പോൾ നമ്മൾ കാറിലൊരു സീറ്റ് ബെൽറ്റ് എന്നുള്ളത് ശരിക്ക് ഒരു മെയിലിനെ കണ്ട് ഡിസൈൻ ചെയ്യപ്പെട്ട ഒന്നാണെന്നാ പറയാം. ഒരു ഫീമെയിലിന് പോലും അത്രത്തോളം കംഫർട്ടബിൾ ഇല്ലാത്തൊരു സംഭവമാണ് ഒരു സീറ്റ് ബെൽറ്റ്. നമ്മൾ കുട്ടികളെ ഇരുത്തുമ്പോഴോ ആ കുട്ടികൾക്ക് ഒരു നിലക്കും നമുക്കൊരു കാറിലൊരു സീറ്റ് ബെൽറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇരുത്താൻ പറ്റില്ല. അതായത് നമ്മൾ വളരെ ബയസ്ഡ് ആയിട്ടാണ് നമ്മുടെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൽ പോയാൽ ഒരു
ഒരു വലിയൊരു കസാര ഉണ്ട്. അത് കാണുമ്പോൾ നമുക്ക് വലിയ കാലുകളുള്ള കസാര, നമ്മൾ അതിന്റെ മുമ്പിൽ ഇങ്ങനെ ചെറുതായി നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി നമ്മളെ വീട്ടിലുള്ള ഒരു നോർമൽ ചെയറിന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കുക എന്നുള്ളത് നമുക്ക് തോന്നാം അല്ലേ? റൈറ്റ്. അപ്പൊ ഇത് ശരിക്കും ഈ സൗകര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ആർക്കെങ്കിലും ഒരു ഫേവറായി ചെയ്തു കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമില്ല. ഈവൻ കുട്ടികൾക്ക് പോലും, ചെറിയ കുട്ടികൾക്ക് പോലും അവർക്ക് ഇരിക്കാവുന്ന ചെയേഴ്സ് നമുക്ക് വേണം, അല്ലെങ്കിൽ അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് നമുക്ക് വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയാറുള്ളതേ, ഡിസബിലിറ്റി അല്ല പ്രശ്നം, സൊസൈറ്റിയാണ് നമ്മൾ ഡിസേബിൾഡ് ആക്കുന്നത്. കാരണം ഇതെല്ലാം ഒരു നോൺ ഡിസേബിൾഡ് ആളുകൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചു. അപ്പൊ അവിടേക്ക് പോകാൻ പറ്റാത്തവർ നമ്മൾ എന്ത് പറയുന്നു, ഡിസബിലിറ്റി എന്ന് പറയുന്നു. അപ്പം അത് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് പോയിന്റ്. ഇതെല്ലാം ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയാണ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് അവിടുത്തെ പ്രശ്നവും. ഓക്കെ, റൈറ്റ്. എൻ്റെ മുമ്പിൽ ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, എൻ്റെ മുമ്പിൽ ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. ഈ കുട്ടികളൊക്കെ പറയാറുള്ളത് അവരുടെ ഒരു ഡ്രീംസിലോട്ട് നമ്മൾ അവരെ പുഷ് ചെയ്യുമ്പോഴും നമുക്ക് ആ പ്രശ്നം, ഈ പ്രശ്നം, ഇങ്ങനെ കുറെ എന്താ പറയാ, വളരെ ചെറിയ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ ആ ഡ്രീംസ് നിന്ന് പുറകോട്ട് പോകുന്ന ആളുകൾ, പല കൈൻഡ് ഓഫ് ഡ്രീംസ് നിന്ന് പുറകോട്ട് പോകുന്ന ആളുകൾ, ശരിക്കും അവരുടെ മുമ്പിൽ വലിയൊരു മെസ്സേജ് കൂടിയാണ് ത്രൂ യുവർ ലൈഫ് ഡോക്ടർ കൊടുക്കുന്നത് അല്ലേ? എന്താണ് കുട്ടികളോട്, നമ്മുടെ മുമ്പിലുള്ള കുട്ടികളോട് പറയാനുള്ളത്, എല്ലാ കുട്ടികളോടും? ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഈ സ്വപ്നങ്ങൾ നിങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കില്ലേ എന്നുള്ളതാണ്. കാരണം ആ ഒരു പോയിന്റിൽ നിൽപ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവില്ല. പക്ഷെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നില്ലേ, എനിക്കൊന്ന് പോയി നോക്കായിരുന്നില്ലേ എന്നുള്ളത്. അപ്പൊ ആ റിഗ്രറ്റുമായിട്ട് നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ ഇപ്പം? ഈ ഒരു സമയത്ത് അങ്ങനെ റിഗ്രറ്റ് ഉള്ള ഒരു മനുഷ്യനായിട്ടല്ല ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാല് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ റിഗ്രറ്റ് ഇല്ല. ഇനിയിപ്പോ അറിയില്ല, ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ഇത് വലിയൊരു കാര്യമാണ് കുട്ടികളോട് പറയാനുള്ളത് തന്നെയാണ്. നിങ്ങൾ റിഗ്രറ്റ് ഇല്ലാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യണം. അതെ, അപ്പം അതിങ്ങനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സ്വപ്നങ്ങളാണ് കാരണം നമ്മൾ അറിയപ്പെടുന്നതും നമ്മളെ ഫ്യൂച്ചറെ ഡിസൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന സ്വപ്നങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ആർക്കും വേണ്ടി വിട്ടുകൊടുക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് നമ്മുടെ ഡോക്ടർ ഫാത്തിമ അസ്ലയുമായി നടത്തിയത്. ഒരുപാട് ആളുകൾക്ക് ഇതൊരു ഇൻസ്പിറേഷനും അതോടൊപ്പം ഒരു അവയർനെസ്സുമായിട്ട് മാറും എന്ന് പ്രതീക്ഷയാണ്. ആൻഡ് താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് ജോയിനിങ് മീ. എനിക്ക് ഒരുപാട് സന്തോഷം വരാൻ കഴിഞ്ഞതിൽ. താങ്ക് യു.